ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഫ്ലൈയിങ് സ്ക്വാഡിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ് എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. ആ ലേഡിയുടെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു. പക്ഷെ അവരത് ഡിനൈ ചെയ്യുകയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു വെറാസിറ്റി എത്രത്തോളം അവർ ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല അലിഗേഷൻ അത്രയും ഗ്രേവ് ആയിട്ടുള്ള സ്ഥിതിക്ക് അതിൻ്റെ വെറാസിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫർദർ പരിശോധനകൾക്കും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് പോലീസിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. SP യോട് സംസാരിച്ചിരുന്നു. FIR പോലെയുള്ള മറ്റു നടപടികൾ നടന്നു വരുന്നു. അതെ, ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ദൃശ്യങ്ങളുടെ പുറത്താണ് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫർദർ എൻക്വയറി വേണം എന്നുള്ളതാണ്. ഫർദർ എൻക്വയറി വേണമെന്നും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നമ്മൾ വെച്ചിട്ടുമുണ്ട്. അപ്പം റിട്ടേണിംഗ് ഓഫീസർ ഇപ്പം ഇന്നും നാളെയും വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ. അപ്പം മാത്രമല്ല ഒരു പീക്ക് ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ 11th റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബേസിസിൽ ഫർദർ ആരോപണ വിധേയായ സ്ഥാനാർത്ഥി പറയുന്നത് ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഈ കോൺഗ്രസ് എല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ്. ഈ ഉടൻ തത്സമയത്ത് തന്നെ അവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ എത്തുന്നു. ഇന്നലെ മാഡത്തിന് പരാതി കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ ഇന്ന് സ്ഥാനാർത്ഥി വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് പാലക്കാട് NDA സ്ഥാനാർത്ഥി. പരാതികൾ ഇപ്പം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നലെ രാത്രി നമുക്ക് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ വെളുപ്പിന് തന്നെ നമ്മൾ പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷേ സെർച്ച് ചെയ്തെങ്കിലും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ പരാതികളുടെ പുറത്ത് നമ്മൾ ഒബ്വിയസ്ലി അപ്പോൾ തന്നെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കും. അതിപ്പം ഏത് സ്ഥാനാർത്ഥിയാണെന്നോ ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നോ നോക്കാറില്ല. ആ എൻറ്റയർ ഇലക്ഷൻ പ്രോസസ്സിനെ സാബോട്ടാജ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. പരാതി ഇതാണ്, ഈ പണം വിതരണം ഉണ്ട്, അത് ശ്രദ്ധിക്കണം, പിടിക്കണം. നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞത് ആറുവിന്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം നടക്കും, റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടക്കും. അങ്ങനെ രണ്ട് അന്വേഷണമല്ല. റിട്ടേണിംഗ് ഓഫീസറുടെ തലത്തിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി പോലെയാണ്. ഇലക്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പം ചട്ടവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ റിട്ടേണിംഗ് ഓഫീസർ നോക്കുന്നത്. അതിൻ്റെ മറ്റു വശങ്ങൾ ഇപ്പം IPC സംബന്ധിച്ചുള്ള BNSS സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ടോ, അത്തരത്തിലുള്ള പ്രവൃത്തി ഇപ്പം വോട്ടർ ഇൻഡ്യൂസ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നത് SP യുടെ സൈഡിലായി. അങ്ങനെ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം പരാതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളോട് മൊഴി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫർദർ അന്വേഷണത്തിന് പോകുന്നത് അതിന്റെ ഒരു ഗ്രേവ് അലിഗേഷൻ ആയതുകൊണ്ടാണ്. ഇതുകൊണ്ട് വിശദമായ അന്വേഷണം വേണമെന്നാണ് ജില്ലാ കളക്ടർ അടക്കം പറയുന്നതിനായി പ്രത്യേക ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇലക്ഷൻ തിരക്കഴിഞ്ഞാൽ അതിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് കളക്ടർ പ്രതികരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.